ഈ ഇറാനും ഇസ്രായേലും യുഎസും തമ്മിലുള്ള വിഷയങ്ങൾക്കിടയിൽ സൗദി അറേബ്യയും മറ്റു ചില അറബ് രാജ്യങ്ങളും എങ്ങനെ വന്നു? സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്, ലോകത്തെ തന്നെ 30% ഓയിൽ ട്രേഡും നടക്കുന്നത് ഈ സമുദ്രപാത വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുണ്ടാകുന്ന സംഘർഷങ്ങൾ എണ്ണവില ഉയരാൻ കാരണമാകും. പണ്ട് യുഎസും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾക്കിടയിൽ സ്ഥിരം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഈ സമുദ്രപാത. ഇവിടെയാണ് സൗദി അറേബ്യയുടെ എൻട്രി. സൗദി അറേബ്യയ്ക്കും ഇറാനും ഇടയ്ക്കുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഈ രണ്ട് കൂട്ടർക്കും ഈ പ്രദേശത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ അവസരം അമേരിക്ക മുതലെടുത്തു. എന്തായാലും ഇറാനുമായി ശത്രുതയായി അടിച്ച് പിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യുഎസ്. ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു അറബ് രാജ്യവുമായി കൂട്ടുകൂടണമല്ലോ. എന്നൊക്കെ പറഞ്ഞാലും എണ്ണയുടെ കേസല്ലേ. എങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ കേസിൽ നമ്മൾ സൗദി അറേബ്യക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യുഎസ് വരുന്നത്. സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1990 ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നത്. ഈ സമയത്ത് കുവൈറ്റിനും സൗദി അറേബ്യയ്ക്കും ഒക്കെ സൈനിക സംരക്ഷണം നൽകുകയാണ് യുഎസും തന്റെ 30ഓളം സഖ്യകക്ഷികളും ചേർന്ന് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിലൂടെ. അപ്പൊ ഇതോടുകൂടി കുവൈറ്റിനും സൗദി അറേബ്യയ്ക്കും ഒക്കെ അമേരിക്ക വിശ്വാസമാകുന്നു. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അമേരിക്കയുടെ കയ്യിൽ ഭദ്രമാണെന്ന് തോന്നുന്നു. അവസാനം ഓരോ വീട്ടിലും ഓരോ ശൗചാലയം എന്ന് പറയുന്ന പോലെ ഈ ഓരോ രാജ്യത്തും ഓരോ യുഎസ് മിലിറ്ററി ബേസുകൾ വരുന്നു. അപ്പൊ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ അടുപ്പ് കൂട്ടി വെച്ചതുപോലെ യുഎസ് മിലിറ്ററി ബേസുകൾ വന്നപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ തങ്ങൾക്ക് അടുത്തടുത്ത് വരുന്നത് പോലെ ആയിരിക്കണം തോന്നിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. ഈ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണം ഉണ്ടാകും, അതിനുള്ളൊരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിലായിരിക്കാം ഈ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ യുഎസ് മിലിറ്ററി ബേസുകൾ ആക്രമിച്ചത്. നിലവിലെ സാഹചര്യത്തിനനുസരിച്ച് ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുകളല്ല ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇറാന്റെ സുപ്രീം ലീഡറിന്റെ മരണശേഷം പുതുതായി നിലവിൽ വന്ന താൽക്കാലിക ഭരണകൂടം പറയുന്നത് ആ മരണത്തിന് അവർ പ്രതികാരം ചെയ്യുമെന്നും യുഎസുമായി യാതൊരുവിധ നെഗോഷിയേഷനും തയ്യാറല്ല എന്നുമാണ്.